ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം. ഇന്ന് മക്കളുടെ പഠിത്തം, നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത നേടാനും അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു ശോഭനമായ ഒരു ഭാവി കിട്ടാൻ വേണ്ടിയിട്ടും രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അത്ഭുത വഴിപാടാണ് കേട്ടോ. ഇതൊന്ന് ചെയ്തു നോക്കണം നിങ്ങൾ. ഇതൊരു കോമ്പിനേഷനാണ്. മൂന്നെണ്ണം ഒരുപോലെ ചെയ്യണം നിങ്ങൾ. അതങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ എത്ര പഠിക്കാൻ മടി കാണിക്കുന്ന കുട്ടിയാണെങ്കിലും അലസത കാണിക്കുന്ന കുട്ടിയാണെങ്കിലും, ചിലവർക്ക് പഠിച്ചത് അങ്ങനെ ബുദ്ധിയിൽ നിൽക്കില്ല, അങ്ങനെ ബുദ്ധി വളർച്ചയ്ക്കൊക്കെ ചെയ്യേണ്ട ഒരു പുഷ്പാഞ്ജലിയെ കുറിച്ചിട്ട് 2-3 ഉണ്ട് കേട്ടോ. അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കണം. 100% നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ 101% നിങ്ങൾ വിചാരിച്ച കാര്യം കുട്ടി എത്ര ഉയരത്തെ എത്തണം എന്നാണോ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം, അത്രയും ഉയരത്തിലെത്തിയിരിക്കും. കാരണം ക്ലാസ്സിലെ ടോപ്പ് മാർക്ക് വാങ്ങുന്ന കുട്ടികളൊക്കെ ഈ വഴിപാട് ചെയ്തിട്ടാണ് കേട്ടോ ഇത്രയും മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. അതൊക്കെ നമ്മൾ അറിയാതെ പോണ ചില ആളുകളുണ്ട്. അപ്പൊ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം, ചെയ്തിരിക്കണം. ഇതെനിക്ക് പറയാനുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന്റെ മുന്നേ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്താൽ അമ്മ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ആ വഴിപാട് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ എല്ലാവരും. ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം എന്താ? നമ്മളുടെ കുട്ടി പഠിച്ചു ഉന്നതിയിലെത്തണം, എല്ലാ കുട്ടികളെക്കാളും മാർക്ക് വാങ്ങി, ഇനിയിപ്പോൾ കുട്ടികളെക്കാളില്ലെങ്കിലും അവരൊരു ആവറേജ് മാർക്ക് വാങ്ങി പാസ്സാവണം. അങ്ങനെ ഒരു വിചാരം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടല്ലേ. ചില കുട്ടികൾക്ക് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. ചില കുട്ടികൾക്ക് ഏകാഗ്രത കിട്ടുന്നില്ല. ചില കുട്ടികൾക്ക് പരീക്ഷാ സമയം വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പരീക്ഷാ സമയം വന്നു കഴിഞ്ഞാൽ ഒരു പേടി, ഇവർക്ക് പഠിച്ചതൊക്കെ മറക്കുക, അത് എന്താന്ന് അറിയുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ബുദ്ധി നല്ല ഇല്ലാഞ്ഞിട്ടാണ് ഇതൊക്കെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് ചെയ്യേണ്ട വഴിപാട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഈ വഴിപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന്, ആദ്യത്തെ വഴിപാട് എന്താണെന്നോ, സാരസ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരസ്വതീ ദേവിയുടെ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ കഴിക്കേണ്ട വഴിപാടാണ് കേട്ടോ ഈ സാരസ്വതം പുഷ്പാഞ്ജലി എന്ന് അതിന് പറയുക. അപ്പൊ നമ്മളുടെ കുട്ടിയുടെ പേരും നാളും പറഞ്ഞ് സാരസ്വതം പുഷ്പാഞ്ജലി നിങ്ങൾ കഴിപ്പിക്കണം. അത് സരസ്വതീ ദേവിയുടെ ക്ഷേത്രത്തിൽ തന്നെ കഴിപ്പിക്കേണ്ടതാണ് കേട്ടോ. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മറ്റ് ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ, ഭദ്രകാളി ദേവിയും ദുർഗാദേവി അങ്ങനെയൊക്കെ അമ്പലങ്ങൾ ഉണ്ടാവും, സരസ്വതി ക്ഷേത്രം അല്ലാതെ അവിടെ ഇത് നമുക്ക് കഴിപ്പിക്കാം. ഇത് എന്തിനാ കഴിപ്പിക്കേണ്ടത്, എന്തിനാണ് ഈ വഴിപാട് കഴിക്കണമെന്ന് നിങ്ങൾക്ക് അറിയോ? കുട്ടികളുടെ ബുദ്ധി വളർച്ച, ഓർമ്മശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ കുട്ടികൾക്ക് ഓരോ ബ്രഹ്മി, നെയ്യ് അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കാൻ കൊടുക്കണ്ടല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ അതും നമുക്കൊരു സാരസ്വതം കഴിപ്പിച്ച് കിട്ടുന്ന പ്രസാദം കഴിച്ചാൽ മതി കേട്ടോ കുട്ടികളെ. അതും ചന്ദനാണെങ്കിൽ തൊടുക, അതിന് കിട്ടുന്ന പ്രസാദം അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുളിച്ച് ശുദ്ധിയോടുകൂടി ചെയ്യേണ്ടതാണ്. കുളിച്ച് ശുദ്ധിയേക്കാളും വേണ്ടത് എന്താ? വിശ്വാസം. ദേവി നമ്മളെ കാക്കും. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്ക് പഠിച്ചതൊന്നും മറക്കില്ല, അല്ലെങ്കിൽ അവന് അലസത കാണിക്കില്ല, അല്ലെങ്കിൽ ഏകാഗ്രത കിട്ടാൻ. ഇങ്ങനെ ക്ലാസ്സിൽ ചെന്നിരുന്ന കുട്ടികൾക്ക് എത്ര നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്താലും ടീച്ചർ പറഞ്ഞു കൊടുത്താലും കുട്ടി ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ശ്രദ്ധ വേറെ എവിടെയെങ്കിലും പോവുകയാണ്, കുട്ടിക്ക് ഒരു ഏകാഗ്രത കിട്ടായ്മ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് 101% റിസൾട്ട് തരും കേട്ടോ. നിങ്ങളിത് ചെയ്തു നോക്കിയാൽ അല്ലേ പറയാൻ പറ്റൂ. വല്ല രക്ഷിതാക്കളും ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം. നമ്മളെ മാതാപിതാ ഗുരു ദൈവം തന്നെയല്ലേ പറഞ്ഞിരിക്കണത്. അമ്മയെ അനുസരിക്കണ കുട്ടിയാവണം, അച്ഛനെ അനുസരിക്കണ കുട്ടിയാവണം, ഗുരുനാഥനെ അനുസരിക്കണ കുട്ടിയാവണം. കൂടുതൽ പിന്നെ എന്താ നമുക്ക് വേണ്ടത്? അനുഗ്രഹം, ഈശ്വരാധീനമുള്ള കുട്ടിയായി തീരണം അല്ലേ. അപ്പൊ ഭഗവതി നമ്മളെ കുട്ടിക്ക് ഒരു കവചം തീർത്തോളൂ കേട്ടോ. നിങ്ങൾ ഈ സാരസ്വതം കഴിപ്പിച്ചാൽ മതി. ഇത് ഏത് ദിവസങ്ങളിലൊക്കെ കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? കുട്ടിയുടെ ജന്മനക്ഷത്രം, അത് ദിവസം ഒന്നും നോക്കാനില്ല, മാസവും നമ്മൾ കുട്ടിയുടെ ജന്മനക്ഷത്രത്തിൽ പോയിട്ട് ഈ സാരസ്വതം കഴിപ്പിച്ചാൽ മതി. കുട്ടിയുടെ നാളും പേരും പറഞ്ഞു കൊടുത്തിട്ട് കഴിപ്പിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ നമ്മളെ കുട്ടിക്ക് നമുക്ക് ആഴ്ചയൊന്നും നോക്കേണ്ടതില്ല ജന്മനക്ഷത്രത്തിൽ കഴിക്കുമ്പോഴേ. അല്ലെങ്കിൽ പിന്നെ ഈ ജന്മനക്ഷത്രത്തിന്റെ ദിവസം അല്ല നമ്മൾ കഴിക്കണം വെച്ചാൽ നമ്മൾ ഏറ്റവും നമ്മളെ അറിയാലോ, വിദ്യക്ക് ഏറ്റവും നല്ല ദിവസം ബുധനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ബുധനാഴ്ച പോയിട്ട് കഴിക്കുക. ഈ സാരസ്വതത്തിന്റെ കൂടെ നിങ്ങൾ ത്രിമധുരം കൂടി കഴിക്കാൻ ശ്രദ്ധിക്കണം. വെറും സാരസ്വതം കഴിച്ച് പോരണ്ട, ത്രിമധുരം കൂടി നിങ്ങൾ അവിടെ കഴിക്കണം. ആ ത്രിമധുരം കുട്ടിയുടെ നാവില്
പകർന്നു കൊടുക്കും വേണം, കഴിക്കും വേണം, കുട്ടി തന്നെ കഴിക്കും വേണം. അപ്പൊ കുട്ടി മാത്രം പോയാൽ പോരാ, രക്ഷിതാക്കൾ പോയിട്ട് അത് ഭക്തിയോട് കൂടി കുട്ടിക്കും തന്നെ ബോധവൽക്കരിക്കണം. കുട്ടിയെ ഈശ്വരൻ കൂടെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ എപ്പോഴും കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുട്ടികൾക്ക് വിശ്വസ്തത നമ്മൾ ഈ പ്രായത്തിൽ തന്നെ കുട്ടികളെ വിശ്വസ്തത നമ്മൾ വരുത്തണം. അങ്ങനെ ദൈവികമായിട്ടുള്ള വിശ്വാസം അല്ലെ, അങ്ങനെ ഒരു വിശ്വാസമുള്ള കുട്ടി എവിടെയും തോൽക്കില്ല കേട്ടോ. അപ്പൊ നിങ്ങള് സാരസ്വതം കഴിക്കണം. അപ്പോൾ നമ്മൾ ത്രിമധുരം കൂടിയും കഴിക്കണം. പിന്നെ നമ്മൾക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു കാര്യം കഴിക്കാനുണ്ട് കേട്ടോ. അതെന്താണെന്നറിയാം, വിദ്യാഗോപാല മന്ത്രാർച്ചന. ഇങ്ങനെ ഒരു വഴിപാട് നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കഴിച്ചോളൂ. നിങ്ങളുടെ കുട്ടിയെ കൃഷ്ണൻ ഏത് സമയത്തും കാത്തു രക്ഷിച്ചോളൂ കേട്ടോ. അപ്പൊ വിദ്യാഗോപാല മന്ത്രാർച്ചന കഴിക്കുമ്പോൾ കുട്ടിയെ കൊണ്ടുപോകണം നിങ്ങളെ. അപ്പൊ നമുക്ക് വ്യാഴാഴ്ച ദിവസമാണ് അതിന് വേണ്ടത് കേട്ടോ. അത് നമ്മളെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിപ്പിക്കണം, ഏറ്റവും നല്ലത്. അപ്പൊ നമ്മള് കുട്ടിയും കൊണ്ട് പോകണം. വ്യാഴാഴ്ച ദിവസം നിങ്ങൾ കഴിപ്പിക്കണം. അവിടുത്തെ പ്രസാദം കുട്ടിയെ തൊടി വയ്ക്കണം. അതേപോലെ തന്നെ നല്ല ഭക്തിയോട് കൂടി കുട്ടിയെ പ്രാർത്ഥിച്ചിട്ട്, കുട്ടിക്ക് അപ്പോൾ ഒരു മനസ്സിലേക്ക് ഒരു ധൈര്യം കിട്ടും. എന്താ വെച്ചാൽ ഭഗവാൻ കൂടെ ഉണ്ട്, പിന്നെ അച്ഛനും അമ്മയും കൂടെ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 സപ്പോർട്ടും കൂടി ആ കുട്ടിക്ക് കിട്ടിയാൽ പിന്നെ ആ കുട്ടി എപ്പോഴും തോൽക്കില്ല. ആ കുട്ടിക്ക് മനസ്സിലൊരു ധൈര്യം കിട്ടും. ഈ പേടി, പരീക്ഷാ പേടിയൊക്കെ കുട്ടികൾക്ക് ഒരു മനസ്സ് ചഞ്ചലമായ കുട്ടി, ചഞ്ചല ചിത്തനായ കുട്ടിക്കുള്ളതാണത്. മനസ്സൊരു ഏകാഗ്രത കിട്ടാത്ത കുട്ടിയാണത്. അപ്പൊ മനസ്സിനൊരു ഉറപ്പ് കിട്ടണമെങ്കിൽ നമ്മളെ അച്ഛനും അമ്മയും കൂടെ കുട്ടികളെ നിൽക്കണം. കൂട്ടത്തിലെ ഈശ്വരാധീനം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്മാരെ ഇന്നോടത്ത് ചെന്ന് ഇങ്ങനെ വഴിപാട് കഴിച്ച മോനെ നീ ഒരിക്കലും തോൽക്കില്ല, അല്ലെങ്കിൽ മോളെ നിന്റെ കൂടെ ഭഗവാനും അച്ഛനും അമ്മയുണ്ട്, പിന്നെ എന്തിനു പേടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എവിടെ നിന്നില്ലാത്തൊരു എനർജി കിട്ടും. ആ കുട്ടി ഒരു ക്ലാസ് ചെന്നിരുന്നാൽ കുട്ടിക്ക് ശ്രദ്ധ കിട്ടും. പിന്നെ കുട്ടിക്ക് മനസ്സമാധാനം ഉണ്ടാവും. ഒരു ഭയമാണ് ചില കുട്ടികൾക്ക്. പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ ഭയം തുടങ്ങിയല്ലേ. പിന്നെ എങ്ങനെ കുട്ടി ഒന്നാമനാവും? പഠിച്ചതൊന്നും കുട്ടി എഴുതണില്ലേ. കുട്ടിക്ക് തോന്നണ പോലെ എഴുതുകയായി. കുട്ടിക്ക് പേടിയായിട്ട് കുട്ടി പേപ്പർ വാങ്ങി കൂട്ടും. കുട്ടിക്ക് എഴുതാനൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പേടിയുള്ള കുട്ടിക്ക് അങ്ങനെ എഴുതാൻ കിട്ടില്ല. അപ്പൊ കുട്ടികൾ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോഴും ആദ്യം പരീക്ഷയുടെ തലേ ദിവസം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്കൂളിലേക്ക് ചേർക്കണ സമയത്ത് തന്നെ കുട്ടികൾക്ക് കൂടെ നിൽക്കണം രക്ഷിതാക്കളെ. അപ്പൊ ഇങ്ങനത്തെ വഴിപാടുകൾ കഴിച്ച് കുട്ടികളെ നല്ല മനോധൈര്യം ഉള്ളവരാക്കി തീർക്കണം ആദ്യം. എങ്കിലല്ലേ അവർക്ക് പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കുക, ഏകാഗ്രത കിട്ടുക ഒക്കെ ചെയ്യുള്ളൂ. പിന്നെയുണ്ട് കേട്ടോ വഴിപാടുകളെ. പിന്നെ നമ്മൾ ദക്ഷിണാമൂർത്തിക്ക് പിൻവിളക്കും ധാരയും കഴിക്കണം നമ്മളെ കുട്ടികൾക്ക്. അപ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു വഴിപാട് കഴിച്ചാലും, ദക്ഷിണാമൂർത്തി അറിവിന്റെ ദേവനാണ്, ഏറ്റവും വലിയ ദൈവമാണ്. അപ്പൊ ദക്ഷിണാമൂർത്തിക്ക് നിങ്ങളെ ഒരു ധാരയും പിൻവിളക്കും കുട്ടറ നാളും പേരും പറഞ്ഞ് കഴിപ്പിക്കണം. അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ നെയ്വിളക്കാണ് കഴിക്കേണ്ടത്. അത് നമ്മൾ ദേവീക്ഷേത്രത്തിലും കഴിക്കാം, അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ കഴിക്കാം ഒക്കെ. അപ്പൊ നമ്മളെ ശോഭനമായൊരു ഭാവി നമുക്ക് കിട്ടണം എന്നുള്ളവർക്ക് അറിയാലോ. നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ഭാവി ശോഭനാകുകയാണ് വിളക്ക് തെളിയണോട് കൂടിയിട്ട്. അപ്പൊ ആ ഒരു നെയ്വിളക്ക് കഴിക്കാനും ആരും മറക്കരുത്. അപ്പൊ ഇത് നമ്മളെ സ്കൂൾ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് വലിയ വലിയ ക്ലാസ്സിലെത്തിയ കുട്ടികൾക്കും PSCക്ക് പഠിക്കുന്ന കുട്ടികൾക്കും ഇപ്പൊ പല പരീക്ഷകളല്ലേ കുട്ടികളൊക്കെ ചെയ്യണത്. ആ പരീക്ഷയ്ക്ക് ഏത് പരീക്ഷയ്ക്ക് ട്രൈ ചെയ്യുന്ന കുട്ടികൾക്കും ഈ വഴിപാട് കഴിക്കാവുന്നതാണ്. പിന്നെ ഈ പഠിച്ചിട്ട് മാത്രമൊന്നല്ല കേട്ടോ, കലാകായികം ഡാൻസിന്റെ ആൾക്കാര്, പിന്നെ പല കായിക ഇതിലും ഏർപ്പെടുന്ന കുട്ടികളാണ്. പന്ത് കളിയായിട്ടും ക്രിക്കറ്റ് കളിയായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ ഈ വഴിപാട് കഴിപ്പിക്കാൻ പോയിട്ട് അവര് ഓരോ ഇതിലാണ്. കുട്ടികൾ മുഴുവനും പഠിച്ച് ഡോക്ടറും ടീച്ചറും ഒന്നും ആവണില്ല അല്ലേ. അപ്പൊ ഈ കുട്ടികൾക്ക് നല്ല അച്ചടക്കം, അനുസരണ, നല്ല എന്താ പറയാ, നല്ല ഒതുക്കമുള്ള കുട്ടി കണ്ടോ, എന്തൊരു അനുസരണമുള്ള കുട്ടി എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ നമ്മള്. അപ്പൊ ഈ കുട്ടികൾക്ക് എല്ലാവരുടെയും കൂടി അനുഗ്രഹം കിട്ടിയ കുട്ടി ഒരിക്കലും വഴി തെറ്റി പോവില്ല. ഇന്ന് കുട്ടികൾ കാര്യമായിട്ട് വഴി തെറ്റി പോണതാണ് രക്ഷിതാക്കളുടെ ഭയം അല്ലേ. ആരും പേടിക്കേണ്ട കാര്യമില്ല. ഈ വഴിപാടുകളൊക്കെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി കുട്ടിയെ നമ്മൾ ചെറുപ്പത്തിലേ ശീലിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്പലങ്ങളിൽ പോയിട്ടൊന്ന് കൈകൂപ്പാനൊക്കെ. പിന്നെ അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരെ കണ്ടാലൊന്ന് അനുസരിക്കുക. പിന്നെ നമുക്കുണ്ടല്ലോ കൈനീട്ടൊക്കെ തരുന്ന ദിവസം മാത്രമേ നമ്മൾ കാല് തൊട്ട് നമസ്കരിക്കുള്ളൂ അല്ലെ കാരണന്മാരുടെ. അല്ലാത്ത ദിവസങ്ങളിലും വേണം മക്കളെ ഡെയിലി ചെയ്യണം. നമ്മൾ അമ്മയുടെയും അച്ഛൻ്റെയും കാല് തൊട്ട് വന്നിക്കണം. അത് കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികളെ അങ്ങോട്ട് ശീലിപ്പിക്കുക. അങ്ങനത്തെ കുട്ടി ഒരിക്കലും വഴിതെറ്റി പോവില്ല. അവനറിയാം അവരുടെ കൈകളിൽ അവൻ സുരക്ഷിതനാണെന്ന് അവനറിയാം. അല്ല ഇതൊന്നും പഠിപ്പിക്കാതിരുന്നാൽ എന്താ, രക്ഷിതാക്കൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഒരു മനോസമാധാനവും കിട്ടില്ല. കാരണം കുട്ടി അമ്മ പറഞ്ഞതും കേൾക്കില്ല, അച്ഛൻ പറഞ്ഞതും കേൾക്കില്ല, ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞതും കേൾക്കില്ല. അവൻ അവന്റെ സ്വന്തം ഇഷ്ടത്തിന് നടക്കും.
അങ്ങനെയാവാൻ നിങ്ങൾ കുട്ടികളെ വിടരുത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ വഴിപാടൊക്കെ വിശ്വാസത്തോടു കൂടി എല്ലാവരും ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ കുട്ടിയും ക്ലാസ് ഫസ്റ്റ് വാങ്ങുന്നത് നിങ്ങൾക്ക് കാണാം, ഒരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ കുട്ടി പഠിക്കുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, ഇങ്ങനെ പറഞ്ഞാൽ ആരും നടക്കേണ്ടതില്ല. ഇങ്ങനെയൊക്കെ ഭഗവാന്മാരുടെ അനുഗ്രഹം കിട്ടിയാൽ മതി കുട്ടികൾക്ക്. പിന്നെ അവരുടെ ഭാവി ശോഭന ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പോൾ നമുക്ക് രക്ഷിതാക്കൾക്ക് വേണ്ടത് എന്താ? കുട്ടികൾ നന്നായി പഠിക്കുക അല്ലെ. പല കുട്ടികളും എന്നോട് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താ ചെയ്യണം, കുട്ടി പഠിക്കുന്നില്ല, എന്തെങ്കിലും ഒരു വഴിപാട് പറഞ്ഞു തരുമോ? ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാരസ്വതം കഴിക്കാനാണ് ഞാൻ കൂടുതൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതിപ്പോ നിങ്ങൾ ബുധനാഴ്ചകളിൽ അങ്ങനെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ദേവീക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ചകളിലും ഒക്കെ ചെയ്യാം. നാളിന്റെ ദിവസവും എല്ലാ ദിവസവും ചെയ്യാട്ടോ. അവിടെ എല്ലാ ദിവസവും ദൈവങ്ങൾ എവിടേക്കും പോണില്ല മക്കളെ. നമ്മളെ മനസ്സിന്റെ ധൈര്യമാണ്. ഈശ്വരനെ നമുക്ക് എന്നും പോയി തൊഴുകാം, എല്ലാ ആഴ്ചയും തൊഴുകാം, അതിനൊന്നുമില്ല. നിങ്ങളുടെ സൗകര്യം. എല്ലാവർക്കും എല്ലാ ദിവസവും സൗകര്യം കിട്ടില്ല അല്ലെ. കുട്ടികൾക്ക് സ്കൂളിലെ ദിവസം സൗകര്യം കിട്ടില്ല. ചിലവർക്ക് ഞായറാഴ്ച പോകാനാവും സൗകര്യം അല്ലെ. ഞായറാഴ്ചകളിലും പോവാട്ടോ. നമ്മളിപ്പോ ഗുരുവായൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ച ഭയങ്കര തിരക്കാവും. നമ്മളിപ്പോ വ്യാഴാഴ്ചനെ കൃഷ്ണനെ കാണാൻ നല്ലതെന്നൊക്കെ പറഞ്ഞല്ലോ. ആരൊക്കെ അപ്പൊ വ്യാഴാഴ്ച മുഴുവനായിട്ടും പോകാൻ സാധിക്കുക? മക്കളെ കൂട്ടി പോകണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയല്ലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ ദൈവങ്ങൾ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരാൾക്കാരാണെങ്കിൽ ഏത് ദിവസവും ഭഗവാനെ പോയി പ്രാർത്ഥിക്കാം, കുട്ടികളെയും കൂട്ടി പോകണം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ജീവിതകാലം മുഴുവനും നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കാം. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.